നമ്മൾ വന്നിരിക്കുന്നത് പഞ്ചമല ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വന്നാണ്. അപ്പോൾ നമ്മൾ ഈ വെൺമണി സിറ്റി, ഇതാണ് ഈ വെൺമണി സിറ്റി എന്ന് പറയുന്നത്. വെൺമണിയിലൊരു കൊച്ചു ഗ്രാമമാണ്, പക്ഷേ എന്നിരുന്നാലും എല്ലാ സൗകര്യങ്ങളുള്ളൊരു സിറ്റിയാണ് കേട്ടോ. പിന്നെ മതസൗഹാർദ്ദത്തിന് ഒരു ഈറ്റില്ലമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഏറ്റവും നല്ല മുന്തിയ രീതിയിൽ പണിതേക്കുന്ന ഒരു പള്ളിയുണ്ട് ഇവിടെ. പിന്നെ നമുക്കിനി പൂര നഗരിയിലേക്ക് അങ്ങോട്ട് പോകാം. എന്നാൽ ഈ നിലവിൽ ഈ സിറ്റിയൊക്കെ ഒന്ന് കണ്ടിട്ട്, ഈ സിറ്റിയുടെ പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ടാവാം നമുക്ക് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഉത്സവത്തിന് ഏതൊക്കെ രീതിയിൽ സഹകരിക്കാവുന്നോ അതെല്ലാം എല്ലാ ആളുകളും കൂടി കലർന്ന് സഹകരിച്ചാണ് ഈ ഉത്സവം നടത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ വർഗീയതയോ രാഷ്ട്രീയമോ അങ്ങനെയൊന്നും ഉത്സവങ്ങൾക്കൊന്നും വരാറില്ല. പ്രത്യേകിച്ച് ഇടുക്കി ജില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നല്ല സൗഹാർദ്ദപരമായിട്ട് സാഹോദര്യത്തോടെ കടന്നുകൂടുന്ന കുടിയേറ്റ കർഷകർ ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ സാധാരണക്കാരായ ആൾക്കാരാണ്. പക്ഷേ വെൺമണി പള്ളിയുടെ മുമ്പിലാണ്. സാഹോദര്യത്തിൻ്റെ ഈറ്റില്ലമായ ഈ പള്ളിയുടെ തിരുനടയിൽ തന്നെ നമുക്ക് അങ്ങോട്ട് പൂരനഗരിയിലേക്ക് യാത്രയാകാം. എല്ലാ ആളുകളും ഇവിടെ ഇന്ന് വൈകുന്നേരം വന്നെത്തും. ഇതാണ് വെൺമണി സിറ്റി എന്ന് പറയുന്നത്. ഇടുക്കിയിലേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഷോർട്ട് കട്ടായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഉയർന്നു നിൽക്കുന്ന ആ പാറക്കെട്ടൊക്കെ കണ്ടോ, ഈ സിറ്റിയുടെ തന്നെ ഒരു നല്ലൊരു ഐശ്വര്യമായിട്ട് നിൽക്കുന്നതാണ് ഫോറസ്റ്റ് അങ്ങോട്ട് കയറി നിൽക്കുന്ന ആ സ്ഥലങ്ങൾ. അപ്പോൾ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ സിറ്റിയുടെ ഇവിടെ നിന്ന് തിരിഞ്ഞ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകാം. ആ പൊക്കിയുള്ള അടി കണ്ടിട്ട് ചായ കുടിച്ച മട്ടായി. തൃപ്തിയായി. എൻ്റെ ദൈവമേ, സന്തോഷമായി ഗോപിയേട്ടാ. ഇതാണ് ഇടുക്കിയുടെ ഒരു ഇടുക്കിയുടെ ഒരു ചായയാണ്, നല്ല സ്ട്രോങ് ചായ. അതുപോലെ തന്നെ ഒരു ബോണ്ട തന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ഗ്രാമങ്ങളിൽ മാത്രം കിട്ടുന്നൊരു ബോണ്ടയാണ്. ബോണ്ടയൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആ ചൂടോടെ കഴിക്കണം. അത് ടേസ്റ്റുണ്ട്. പഴമൊക്കെ ചേർത്തുണ്ടാക്കിയൊരു ബോണ്ട. നല്ല ചായ, നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ചായയാണ്. നമ്മൾ ഈ ഇടുക്കിക്ക് പോകുമ്പോണ്ടല്ലോ, അതായത് തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്നൊക്കെ നമ്മൾ ഇടുക്കി റൂട്ടിലേക്ക് കടന്നു വരുമ്പോൾ വെൺമണിയാണ് നമുക്കൊരു ഇടയ്ക്ക് ഒരു ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. അവിടെ ഈ അനീഷേട്ടൻ്റെ തട്ടുകട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേര് കേട്ട കടയാണ്. ഒരുപാട് യൂട്യൂബർമാർ, ഒരുപാട് പ്രശസ്തരൊക്കെ വന്ന് ചായ കുടിക്കുന്ന ഒരു കടയാണ് ഇത്. അതുപോലെ തന്നെ എന്തൊരു ഹെൽപ്പിനും ഏതൊരു സഹായത്തിനൊക്കെ അനീഷേട്ടനെ നമുക്ക് ബന്ധപ്പെടാം. 24 മണിക്കൂർ ഇവിടെ ഫുഡുണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ വണ്ടി ഒതുക്കി നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് ചായ കുടിച്ച് പോവാം. അപ്പോൾ അത് വെൺമണി സിറ്റിയിലേക്ക് നമ്മൾ പിന്നെ ഇവിടുന്ന് ഇടുക്കിയിലേക്ക് കയറ്റം തുടങ്ങുകയാണ്. പിന്നെ അങ്ങ് നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിഞ്ഞ് ഇടുക്കി ചെല്ലണം. അതിന് മുമ്പ് ഒരു ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലമൊന്നും ഇടയ്ക്കില്ല. ഉണ്ടെങ്കിൽ നമുക്ക് തൃപ്തികരമായി കഴിക്കാൻ പറ്റും, രുചികരമായിട്ട് കഴിക്കാൻ പറ്റും, ഇഷ്ടപ്പെട്ടൊരു ആഹാരം കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അത് നോൺ വെജാണെങ്കിലും വെജാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത തന്നെ അത് തന്നെയാണ്. അനീഷേട്ടൻ്റെ കട കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാ കടകളും ഉള്ളൂ. അപ്പോൾ അനീഷേട്ടൻ്റെ കട കഴിഞ്ഞിട്ട് ഒരല്പം മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു ചേച്ചിയുടെ കടയുണ്ട്. അവിടെ നല്ല നാരങ്ങ വെള്ളമുണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിൾ ഇട്ട വെള്ളമുണ്ട്, നെല്ലിക്ക, മാങ്ങ ഇവയൊക്കെ ഇട്ട് നല്ല നാടൻ രീതിയിൽ ശുദ്ധമായിട്ട് വൃത്തിയോടെ തരുന്ന ഒരു കടയാണ്. അവിടെ വരുമ്പോൾ ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കാൻ തോന്നും. അത്ര ഹൈജീനിക്കാണ് നാരങ്ങ വെള്ളം. ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ അച്ചാറാണ്. അപ്പോൾ നമുക്ക് ഈ അച്ചാറുകളൊക്കെ കാണാം. ചേച്ചി, നമുക്ക് അച്ചാറിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചാറുകൾക്കെല്ലാം ഒറിജിനൽ ടേസ്റ്റോടെ നല്ല ടേസ്റ്റ് കിട്ടുന്ന മസാലയൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ചേച്ചിയുടെ കടയിൽ വരുമ്പോൾ ഈ അച്ചാർ ഈ കാണുന്നുണ്ടോ, അതിവിശാലമായ ഒരു അച്ചാർ കൂട്ടമൊക്കെ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അതെന്താ അച്ചാറാ ചേച്ചി? എന്താ അച്ചാർ അത്? കൂണ്. മീനച്ചാറുണ്ട്.
കുരുമുളക് അച്ചാർ. കുരുമുളക് അച്ചാറ്. കുരുമുളക്, ചേച്ചി പ്രൊഫഷണലാ അതിന്റെ. അതെ അല്ലേ? ചമ്മന്തിപ്പൊടി. അപ്പോൾ ഈ അനീഷേട്ടൻ്റെ കട കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഈ ചേച്ചിയുടെ കട. നമ്മൾ ഈ ഇടുക്കിക്ക് പോരുമ്പോൾ നമ്മൾ കാണുന്ന ഈ കട, നാടൻ കാപ്പി. അതുപോലെ നല്ല കാപ്പിപ്പൊടിയൊക്കെ ഉണ്ട് ഇവിടെ. അതുണ്ടോ ചേട്ടന് നല്ല സൂപ്പർ കാപ്പിപ്പൊടി, നല്ല സൂപ്പർ കാപ്പിപ്പൊടി ഉണ്ട്. പിന്നെ മുളക് പൊടി ഉണ്ട് അല്ലേ? നല്ല നാടൻ മുളക് പൊടി. ഇതൊക്കെ ഈ വെൺമണിയിൽ വന്ന് ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് വന്ന് നമുക്ക് ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഒരു മല്ലിപ്പൊടിയുണ്ട്. ഇത് നെല്ലിക്കൽ ഫുഡ്സ് എന്നാണ് ഈ കടയുടെ പേര് കേട്ടോ. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ വെൺമണിയിലേക്ക് ഇറങ്ങുന്ന ആ ജംഗ്ഷൻ തന്നെയാണ് ഈ കട. ഓക്കെ നമുക്ക് അടുത്തിറങ്ങണം. ഓക്കെ, സ്പെഷ്യൽ ഐറ്റമാണ് ഈ ഈത്തപ്പഴം. ഈത്തപ്പഴം അച്ചാർ അല്ലേ? ഇവിടെ തന്നെ ഉണ്ടാക്കുന്നല്ലേ? ഇവിടെ എല്ലാം ഇവിടെ തന്നെ നിർമ്മാണം. ഇതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് മേടിച്ചുപയോഗിക്കുന്നത്. അല്പം ചിലരാണ് വഴിയിൽ നിന്ന് വന്ന് മേടിക്കുന്നത്. അപ്പോൾ മായമോ അല്ലെങ്കിൽ രുചി കൂട്ടാനുള്ള കെമിക്കൽസൊന്നും ഇവിടെ ചേർക്കാറില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങി ധൈര്യമായിട്ട് ഉപയോഗിക്കാം.